വിജയ്, ഇന്ത്യക്ക് മേലെ അമേരിക്ക താരിഫ് ഉയർത്തി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടുള്ള അവിടെ ഇറക്കുമതി നടത്തുന്ന സാധനങ്ങൾക്ക് മാത്രമാണ് നമുക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. താരിഫ് ഉയർത്തിയത് വഴി നമുക്ക് വലിയ ബാധ്യതകൾ വരുന്നു. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളും കയറ്റുമതി ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ചെമ്മീൻ, പച്ചക്കറികൾ, മറ്റേ തുണി ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രതിസന്ധിയിലാകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ വലിയ ഒരു വിമാന സർവീസാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യ എന്ന് പറയുന്നത്. നേരത്തെ ഗവൺമെന്റിന്റെ കൈവശമായിരുന്നെങ്കിൽ പോലും പിന്നീട് അത് ടാറ്റ ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. അപ്പോൾ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ബോയിങ് കമ്പനിയായിട്ടൊരു കരാറുണ്ട്. ഏകദേശം 350-500 വിമാനങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു കരാർ. അതിൽ കുറച്ച് വിമാനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ താരിഫ് ഉയർത്തിയത് വഴി ഈ ഒരു കരാർ തന്നെ വേണ്ടാതെ വെക്കാൻ പോകുന്നോ, ആ കരാർ പുനഃപരിശോധിക്കാൻ പോകുന്നോ, അങ്ങനെ എന്തോ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? അതായത് സമീപകാലത്ത് എയർ ഇന്ത്യ നടത്തിയ ചില നിർണായക നീക്കങ്ങൾ ലോകവ്യാപകമായ ഒരു വ്യോമഗതാഗത വ്യവസായത്തിന്റെ ശ്രദ്ധ തന്നെ പിടിച്ചു പറ്റിയെന്ന് പറയാം. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ച വാർത്ത എന്ന് പറയുന്നത് $14.3 ബില്യൺ, $14.3 ബില്യൺ വില വരുന്ന 100 എയർബസ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ പ്രഖ്യാപിച്ചതാണ്. ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. കാരണം പതിറ്റാണ്ടുകളോളം എയർ ഇന്ത്യ ബോയിങ്ങിന്റെ സ്ഥിരം ഉപഭോക്താവായിരുന്നു. ഭാവിയിലും അവർ അമേരിക്കൻ നിർമ്മാതാക്കളെ ആശ്രയിക്കുമെന്നാണ് അമേരിക്ക ഉൾപ്പെടെ എല്ലാവരും കരുതിയത്. ബോയിങ്ങിന് ഇത് ശക്തമായ ആഘാതം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വിദഗ്ധർ പറയുന്നത് ഈ തീരുമാനം ബോയിങ്ങിന് ഒരിക്കലും കരകയറാനാകാത്ത തരത്തിലുള്ള തിരിച്ചടിയായേക്കും എന്നാണ്. കാരണം 1961 ബോയിങ് 707 സ്വന്തമാക്കുന്നതോടെ ആരംഭിച്ച ഒരു ബന്ധമായിരുന്നു ഇത്. 2006 777, 737, 787 ഡ്രീം ലൈനർ ഉൾപ്പെടെ വലിയൊരു ഓർഡർ ആയിരുന്നു. 1971 മുതൽ 2021 വരെ പ്രവർത്തിച്ച ബോയിങ് 747 ജംബോ ജെറ്റ്. ഈ ബന്ധങ്ങളാണ് ബോയിങ്ങും എയർ ഇന്ത്യയും തമ്മിൽ അവസാനിക്കാൻ പോകുന്നത്. 2021 ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു ശേഷം പുതുക്കിയ ഫ്ലൈറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായി എയർ ഇന്ത്യ എയർബസിലേക്കുള്ള വഴിത്തിരിവ് തിരഞ്ഞെടുത്തത് മുഴുവൻ വ്യോമയാന വ്യവസായത്തെയും ഞെട്ടിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് എയർബസ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അതായത് പ്രധാന കാരണമായി പറയുന്നത് ബോയിങ്ങിന്റെ പ്രതിസന്ധികളാണ്. 737 മാക്സ് അപകടങ്ങൾ, അതായത് 346 പേരുടെ ജീവഹാനി. 2024 അലാസ്ക എയർലൈൻസിന്റെ 737 മാക്സ് 9 വാതിൽ പാനൽ പറന്നുപോയ സംഭവം ഉണ്ടായിരുന്നു. FAA ഓഡിറ്റ്, അതായത് നിർമ്മാണത്തിലെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ, അത് FAA ഓഡിറ്റിലാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ 777X ഡെലിവറി വൈകിയത്, അതായത് 2020 നൽകാനിരുന്ന വിമാനമാണ് 2026 നീട്ടിയത്. ആ ഒരു ഡിലേ ഉണ്ടായി പ്രൊഡക്ഷന്റെ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടി കൂടുതൽ വിശ്വാസ്യതയുള്ള എയർബസിനെ എയർ ഇന്ത്യ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാക്കി എന്നുള്ളതാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എയർബസിന്റെ സാങ്കേതിക മേൽക്കോയ്മ A320 നിയോ, ബോയിങ് 73F, അതായത് ഇപ്പോൾ നമ്മൾ എയർ ഇന്ത്യ വാങ്ങിക്കാൻ പോകുന്ന വിമാനത്തിന്റെ പേര് A320 നിയോ എന്നുള്ളതാണ്. അത് ബോയിങ് 737 മാക്സിനേക്കാൾ 20% കൂടുതൽ ഇന്ധന കാര്യക്ഷമതയുണ്ട്. ഇവിടെയാണ് ഇന്ധന കാര്യക്ഷമത നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ദീർഘദൂര പറക്കൽ കഴിവ് 3400 നോട്ടിക്കൽ മൈൽ വരെ എന്നുള്ളതാണ് ഇതിന്റെ A320 നിയോയുടെ മറ്റൊരു സവിശേഷതയായി പറയുന്നത്. വിപുലമായ ക്യാബിനാണ്, അതായത് കൂടുതൽ യാത്രക്കാരുടെ സൗകര്യമുണ്ട് എന്നാണ് പറയുന്നത്. A350 മറ്റൊരു വിമാനം വാങ്ങിക്കാൻ പോകുന്ന അതിനെന്ന് പറയുന്നത് അത് ബോയിങ് 787 കമ്പാരിസൺ വരുന്നത്. അത് ഡ്രീം ലൈനറുമായിട്ട് ബോയിങ് 787 ഡ്രീം ലൈനറിനേക്കാൾ കൂടുതൽ സീറ്റുകളും ഉയർന്ന ശേഷിയും എന്നുള്ളതാണ് അവർ പറയുന്നത്. അൾട്രാ ലോങ് റൂട്ടുകൾ, അതായത് 20 മണിക്കൂറിൽ കൂടുതൽ പറക്കലുകൾക്കുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള വിമാനങ്ങളാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ എയർ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഇഒ ക്യാമ്പൽ വിൽസൺ വ്യക്തമാക്കിയിരുന്നു. ബോയിങ്ങിനോടുള്ള പുതിയ കരാറുകൾക്കില്ല, അവർ വീണ്ടും വിശ്വാസ്യത വീണ്ടെടുക്കുന്നത് വരെ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഉറച്ച തീരുമാനമാണ്. ഇത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്, ബോയിങ്ങിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്. എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ടാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലോകത്തെ ഒരു 10 വ്യവസായികൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 വ്യവസായികൾ വരുന്ന ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് പറയുന്നത്. ടാറ്റയുടെ കീഴിലുള്ളതാണ് എയർ ഇന്ത്യ. എയർ ഇന്ത്യൻ ഡൊമസ്റ്റിക് സർവീസുകൾ എന്ന് പറയുന്നത് അവർ ഇത്തരത്തിലൊരു കരാർ ബോയിങ്ങുമായി ലംഘിക്കുക അല്ലെങ്കിൽ അതിന് നിർത്തലാക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് ബോയിങ്ങിന് നൽകുന്നത്. അതിലൂടെ അമേരിക്കയ്ക്ക് വലിയൊരു
സാമ്പത്തിക ഒരു കോട്ടം തന്നെ തട്ടും എന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടം നടന്നതിന് ശേഷം ബോയിങ്ങിന്റെ നിർമ്മാണത്തെ കുറിച്ചൊക്കെ വലിയ പരാതികളൊക്കെ പല ഘട്ടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോലും ആ വിമാനാപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ നിർമ്മാണത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2020 കൊടുക്കേണ്ട വിമാനം 2026 കൊടുക്കുന്നു. അതിന് അവർ പറയുന്ന കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ അതിന് വേണ്ട സാധന സാമഗ്രികൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം എന്താ? അതിന് വേണ്ട പല സാധനങ്ങളും വരേണ്ടത് ചൈനയിൽ നിന്നാണ്. ഈ ചെറിയൊരു നെട്ടും ബോൾട്ടും ആണെങ്കിൽ പോലും അതും വരേണ്ടത് ചൈനയിൽ നിന്ന് അവിടെ ഇറക്കുമതി ചെയ്യണമെങ്കിൽ 100% നികുതി കൊടുക്കണം. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ഈ ഒരു ബ്ലാക്ക് ബോക്സിന്റെ അന്വേഷണം പൂർത്തിയായിട്ടുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട് വരാനായിട്ട് ഒരു 1.5 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അതിന് മുന്നേ തന്നെ അവിടുത്തെ പത്രങ്ങൾ വാൾസ്ട്രീറ്റ് ജേർണലിലും മറ്റും ഇവരുടെ ഇന്റർവ്യൂകൾ പുറത്തു വന്നിരുന്നു. ഇവർക്ക് എന്താണ് കാര്യം എന്നുള്ളതാണ്. കാരണം ഇവർ അവിടെ നിന്നിരുന്ന് പറയുകയാണ് ഇത് അതായത് കമ്പനിയുടെ വീഴ്ച അല്ല എന്നുള്ളത് ഇവർക്ക് മറച്ചു വെക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ പൈലറ്റുകൾ ആത്മഹത്യ ചെയ്തതാണ്, അത്തരത്തിലുള്ള പ്രവർത്തനം, അതായത് ഒരു ഈ തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞില്ല എന്നുള്ളതുള്ളൂ. ബാക്കിയെല്ലാം അഹമ്മദാബാദ് അപകടത്തിന് അതിനെപ്പറ്റി പറഞ്ഞതാണ്. അതായത് തീവ്രവാദ പ്രവർത്തനം എന്ന് പറഞ്ഞില്ല, ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് പൈലറ്റ് ഏത് പൈലറ്റാണ് ചെയ്തതെന്ന് വരെ ഇവർക്കറിയാം. ബ്ലാക്ക് ബോക്സ് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇവരതിന് മുമ്പ് അനുമാനങ്ങളും കേട്ടത് വാൾസ്ട്രീറ്റ് ജേർണൽ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ടോപ്പ് മാധ്യമമാണ്. അവിടെ തന്നെ അവർ പ്രസിദ്ധീകരിക്കുന്നു. ന്യൂയോർക്ക് ടൈംസിൽ അതിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ വരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇവരെ ഇന്ത്യൻ എന്താ പറയുക, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിമാനങ്ങൾ പറത്താൻ കൊള്ളില്ല. അവിടെ അവർക്ക് ഈ മറ്റേ അവരുടെ എപ്പോഴും അവരുടെ സിനിമകളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇന്ത്യ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എപ്പോഴും കാളവണ്ടിയും കുറെ പഴയ ബ്രിട്ടീഷുകാരോട് ഇട്ടിട്ട് പോയ പഴയ കാറുകളും അതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമായിട്ടാണ്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആ രാജ്യത്തിന്റെ മറ്റൊരു വശം ഇവരാരും കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഇവർ പ്രൊജക്ട് ചെയ്യാൻ നോക്കുന്നത്. ഒരു ട്രെയിനിൽ കൂടെ അവരുടെ കാർട്ടൂണൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത് വരച്ചത് എനിക്ക് തോന്നുന്നു ഏത് പത്രമാണെന്നുള്ളത് മറന്നുപോയി. അതായത് ന്യൂയോർക്ക് ടൈംസ്, അത് അമേരിക്കൻ പത്രം തന്നെയാണ്. അതായത് ഒരു ട്രെയിനിൽ 100ഓളം ഇഷ്ടം പോലെ, അതായത് മുകളിൽ ഉൾപ്പെടെ ആൾക്കാരാണ്, ട്രെയിനിൽ ആൾക്കാർ പൊതിഞ്ഞിരുന്ന് പോവുകയാണ്. എന്നിട്ട് ആ ട്രെയിൻ ഉള്ള ഈ രാജ്യമാണ് ചന്ദ്രനിലേക്ക് സാറ്റലൈറ്റ് വിടുന്നത് എന്നുള്ളത് ഇതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിന്റെ കാലഘട്ടത്തിൽ സൈക്കിളിൽ റോക്കറ്റും ചുമന്നുകൊണ്ട് പോകുന്ന ഒരു വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഇപ്പൊ നാസ അവരുടെ ഉപഗ്രഹം അയക്കാൻ ആരെടുത്ത് വന്നു? ഇന്ത്യയുടെ അടുത്ത്, ഇസ്രായേൽ എടുത്ത് വന്നു. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് അവരെ അവിടെ ഒരു അവഞ്ചേഴ്സ് ചെയ്യുന്ന പൈസക്കാണ് നമ്മൾ ഇവിടെ ഒരു ചന്ദ്രയാൻ അയക്കുന്നത്. അപ്പൊ അവരിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഇത് ഒരു തിരിച്ചടി ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബോയിങ്ങിന്റെ ഭാവിയെ പറ്റി തന്നെ അവിടെ ചർച്ചകൾ ഉണ്ടായി തുടങ്ങി. അതായത് ദീർഘകാല ഉപഭോക്താവായ എയർ ഇന്ത്യ നഷ്ടപ്പെടുത്തുന്നത് ബോയിങ്ങിന് വലിയ തിരിച്ചടിയാണ്. എങ്കിലും പുതിയ CEO കെല്ലി ഓട്ട്ബർഗ് സുരക്ഷയും ഗുണനിലവാരവും മുൻനിർത്തിയ ഒരു സംസ്കാരം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്ക് തിരിച്ചൊരു സാധ്യമാകുമെന്ന് അഭിപ്രായപ്പെട്ടു. അല്ലാത്തപക്ഷം വാണിജ്യ വിമാന വിപണിയിലെ ആധിപത്യം എയർബസിന് കൈവരുമെന്നത് ഉറപ്പാണ്. ഇതോടെ വ്യക്തമാണ് എയർ ഇന്ത്യ ഭാവിയിൽ എയർബസ് വിമാനങ്ങളോടാണ് കൂടുതൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ ബോയിങ്ങിന്റെ വിശ്വാസ്യത തിരികെ നേടുന്നത് അത്യന്തം വലിയൊരു വെല്ലുവിളിയാകും. എയർബസ് ഒരു യൂറോപ്യൻ മൾട്ടിനാഷണൽ എയറോ കോർപ്പറേഷനാണ്. എയർബസ് SE എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.